പറഞ്ഞില്ലേ എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടാക്കാൻ. സ്റ്റുഡിയോ അതെ ആ താൻ കുടിച്ചിട്ടോ? സത്യം പോടോ. ഞാൻ കുടിച്ചിട്ടില്ല. താൻ കുടിച്ചിട്ടുണ്ട്? ഞാൻ കുടിച്ചിട്ടില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ ഞെട്ടിക്കുന്ന ഒരു സത്യം പറയട്ടെ. ഓട്ടോ ഓടിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സ്റ്റുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ചൂടാവും. വെള്ളം ഒഴിച്ച് വീട്ടിൽ പോയിരിക്കാം. വെള്ളം ഒഴിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാൾക്ക് ലൈസൻസ് തന്നെ കട്ടിയാണെന്ന് എനിക്ക് പറയാം. കാരണം അത്രയും പ്രൗഡായിട്ടാണ് ആൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ട്. ഒരു പനി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. കുടിച്ചിട്ടുണ്ട്? ഞാൻ കുടിച്ചിട്ടില്ല. താൻ വെറും ഫിറ്റ് അല്ലടോ. തന്റെ അന്നം മുടങ്ങണം, തന്റെ അന്നം മുടങ്ങണം എനിക്ക് വേണ്ടത്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഉടായിപ്പല്ലേ കുടിച്ചാണ് വണ്ടി ഓടിക്കണത്. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ റീച്ച് ഇല്ല. ബസ്സിൽ പോയിട്ട് വീട് എടുക്കാൻ വെച്ചാൽ പക്ഷെ പലരും പിടിക്കരുത്. അപ്പൊ ഓട്ടോസിൽ വന്ന് എടുക്കാൻ. അയ്യടാ പന്തല് പൊളിഞ്ഞില്ല, എന്താ മോന്ത പൊളിഞ്ഞിട്ടില്ലേ? സാധാരണക്കാരൻ എനിക്ക് കയറാൻ പറ്റുള്ളൂ. താൻ എന്ത് വിചാരിച്ചാ എന്നെ കുറിച്ച്? എനിക്കിപ്പോ പണ്ടത്തെ റീച്ചിലെ ഡിമാൻഡ് ഇല്ല. ഞാൻ ആകെ തളർന്നിരിക്കുക. നമ്മള് പഠിച്ച ക്യാമ്പസ് അല്ല അളിയോ. വിശ്വസിച്ചൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല. കുരിപ്പുകളുടെ കളി കണ്ടില്ലേ? ഒന്നുമില്ലടാ, നീ കണ്ടോ? അവനെയൊക്കെ നമ്മള് നല്ല പട്ട് കോടാൻ ഉടിപ്പിക്കും. ക്യാപ്പിന്റെ കാമുകിയായിട്ട് അതെ അതെ, എന്റെ പേര് അറിയാലോ. അങ്ങനെ ആക്കില്ലേ? ചെറിയതോ തന്റെ അണ്ണൻ ഞാൻ മുടക്കിന്റെ ബാക്കി കയറുള്ളൂ. ഇതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടായിപ്പോയി. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എന്റെ റീച്ച് പോയ റീച്ച് മൊത്തം ഞാൻ തിരിച്ചു പിടിക്കും. എങ്ങനെ ബുദ്ധി? നല്ല മന്ദബുദ്ധി. രണ്ടുപേരും ഒന്ന് കേറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു. എനിക്ക് അറിയത്തില്ല. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കുന്നത്. സമാധാനം സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. കയ്യിന്ന് പോയടാ ചാർലി. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാ. ഫേക്ക് ന്യൂസ്. നാണം ഉണ്ടോടാ നിനക്ക്? ഇല്ല. ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. മറ്റേ കള്ളുടിച്ച് ഓട്ടോറിക്ഷ ആള് ഓനെ ഈ കാരണം എന്റെ എല്ലാ ഓട്ടങ്ങളും ഇല്ലാണ്ടാവണം. നിന്റെ കടി ഇതുവരെ മാറിയില്ലടാ. എല്ലാം ചെയ്തു വെച്ചിട്ട്